ഗ്രാമീണർ ചെയ്യുന്നതാണ്. പക്ഷെ മലയാളികൾക്ക് സവിശേഷമായി കൂടുതൽ ഗ്രാമീണർ നോക്കും. അങ്ങനെ നിന്നിരുന്ന ആളുകളാണ്. ഇപ്പം നമ്മൾ നോക്കിയ പബ്ലിക്കായിട്ട് കുളിക്കുന്ന ഒരാളില്ലാതായി പോയി. കാരണം കേരളത്തിനകത്ത് ഒരു ട്രാൻസ്ജെൻഡർക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത്രത്തോളം മോറലായിട്ട് അവരെ കീഴ്പ്പെടുത്തി. നമ്മുടെ സിനിമകളിനകത്തൊക്കെ നമ്മൾ വെറുതെ റേപ്പ് കാണിക്കും. വളരെ രസമാണ്, റേപ്പ് കാണിക്കും. പക്ഷെ രണ്ടുപേര് തമ്മിൽ സ്നേഹമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ കാണിക്കാൻ ഒക്കത്തില്ല. ഇംഗ്ലീഷ് പറയാനായിട്ട് കഴിയുന്നത് മമ്മൂട്ടിക്കാണോ മോഹൻലാലാണോ പറഞ്ഞ ചർച്ചയും മത്സരമുണ്ട്. നമ്മൾ ഈ മലയാളികൾക്ക് ഇപ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ തന്നെ പ്രാദേശിക ഭാഷകളിൽ ഏറ്റവും കൂടുതൽ പത്രങ്ങളും സർക്കുലേഷനും ഉള്ളൊരു ഭാഷ ആണ് മലയാളം. ഈ ചെറിയൊരു സംസ്ഥാനത്തിന് വേണ്ടി ഇത്രയധികം ന്യൂസ് ചാനലുകളുണ്ട്. അതിനപ്പുറം നമ്മൾ പണ്ട് തൊട്ടേ നമ്മൾ ചൈനയിലെ പ്രശ്നവും ക്യൂബയിലെ യുദ്ധവും നമ്മളുടെ ചായക്കടകൾ പോലും ചർച്ച ചെയ്യുന്ന ഒരു ജനതയാണ്. എനിക്കൊന്ന് ഇത് പുറത്തെങ്ങും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇങ്ങനെയുള്ള ഒരു ലോക വാർത്തകളോടും അല്ലെങ്കിൽ വാർത്താ പ്രസിദ്ധീകരണങ്ങളോടുള്ള ഒരു ആഭിമുഖ്യമൊന്നും എനിക്ക് ഇത്ര കണ്ടുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ അത് ഈ നമ്മൾ വിവിധങ്ങളായ ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ എന്തിനേയും ഉൾക്കൊള്ളാനുള്ള റെഡിയായ ഒരു മനസ്സിൽ നിന്നാണോ ഇതും ഉണ്ടായത്? അല്ല, അതിനകത്ത് ആ പറയുന്ന നമ്മൾ ഈ മറ്റേ ഗിവൺ കോണ്ടക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, അതിനകത്ത് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് സ്കൂളിനകത്തേക്ക് വന്നു എന്നുള്ള കാര്യം നമ്മൾ കാണേണ്ടതുണ്ട്. അതിനോട് ഒപ്പമാണ് വായന. വായിക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാനമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഇതുണ്ടാക്കി, ഈ വായനശാലകളുണ്ടാക്കി. വായനശാല പ്രസ്ഥാനം എന്ന് പറയുന്നത് വായനശാല ഇല്ലാത്ത ഒരു ഗ്രാമം ഇല്ലാതായി. ഇതാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. ഈ ഒരു വായനശാല പ്രസ്ഥാനങ്ങളൊക്കെ ഒരു എനിക്ക് തോന്നുന്നു ഒരു 1920കളോ 30കളോ ആ ഒരു കാലത്തല്ലേ ഉണ്ടാവുന്നത്. അതിന് മുമ്പ് തൊട്ട് തുടങ്ങി. കാരണം നാരായണഗുരുവിൻ്റെ ഒക്കെ സമയത്ത് തന്നെ വായന ഒരു എല്ലാ വീടുകളിലും അല്പമെങ്കിലും ധനമുള്ള വീടുകളിൽ മുഴുവനും ലൈബ്രറികൾ ഉണ്ടാക്കുകയും വായന ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പമാണ് വായനശാലകൾ ഉണ്ടാകുക എന്ന് പറയുന്നത്. വായനശാല പ്രസ്ഥാനം എന്ന് തന്നെയായിരുന്നു നമുക്ക് പറയുന്നത്. അപ്പം അത് വായിക്കാൻ തുടങ്ങിയതോടാണ് ആളുകളെ സംബന്ധിച്ചോളം അവരെ അറിയിക്കാനായിട്ടുള്ള ഇൻഫർമേഷൻ ഈ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ് 90% ഈ പത്രങ്ങളുണ്ടാകുന്നത്. ഓരോ ആളിനെയും എനിക്ക് പറയാനുള്ളത്, ആ വായനയോട് ബന്ധപ്പെട്ട് പത്രങ്ങൾ രൂപപ്പെടാൻ തുടങ്ങിയതോടെ അത് പരമാവധി കൊണ്ട് നടന്ന് പ്രചരിപ്പിക്കുക എന്ന് പറയുന്ന സാധനം ഈ കാണുന്നത് ചുമടുതാങ്ങി തന്നെയല്ലേ? ഞാൻ ഒന്ന് അത് കണ്ടപ്പോൾ. അതെ ആണല്ലേ? അപ്പം ആ വായനശാല പ്രസ്ഥാനവും സ്കൂളും കൂടെ തമ്മിൽ ചേർന്ന് വന്നിരുന്ന ഒരു അന്തരീക്ഷത്തിനകത്തു നിന്നാണ് നമ്മൾ ഇന്ന് പറയുന്ന മലയാളികൾ. അപ്പോൾ പത്രങ്ങൾ മുഴുവനും ഈ വായിക്കുന്ന സമൂഹം ഉണ്ടാകുമ്പോൾ മാത്രമേ ഫങ്ഷനിലേ വരത്തുള്ളൂ. അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ പണ്ട് കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ഈ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഇപ്പോൾ കണ്ണൂർ ഭാഗത്തൊക്കെ ഈ പത്രം വായിക്കുന്ന, ഇപ്പോൾ ഇവർ രാവിലെ ജോലി തുടങ്ങുമ്പോൾ തന്നെ പത്രം വായിക്കാൻ ഒരാൾ, അയാൾ പത്രത്തിൻ്റെ പ്രിന്റഡ് ആൻഡ് പബ്ലിഷ്ഡ് വരെ വായിച്ച് തീർത്ത് പത്രം വായിക്കുന്ന ഒരാളുണ്ട്. എല്ലാ എന്താണ് ഒരു യൂണിറ്റിനകത്ത് ഒന്നിച്ച് ആൾക്കാരിയ്ക്കുന്ന, അതും ഈ ദിനേശ് ബീഡിയൊക്കെ ബീഡി തിരക്കുന്നിടത്ത് മാത്രമല്ല, ഒരുവിധം ഒന്നിച്ച് കൂടുന്നിടത്തെല്ലാം പത്രം വായിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. പത്രം വീടുകളിലെത്തി തുടങ്ങുക എന്ന് പറയുന്നതിനുള്ള ആരംഭത്തിന് മുമ്പ് തന്നെ ഈ വായനശാലയിലായിരുന്നു പത്രങ്ങളുണ്ടായത്. അവിടെ എല്ലാവർക്കും വായിക്കാൻ പറ്റത്തില്ല, പക്ഷെ ഒരാൾ എണ്ണിട്ട് നിന്ന് വായിക്കും. അങ്ങനത്തെ ഒരു ഇതുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ചായക്കടകളിൽ വായിക്കുന്നിടത്താണ്, ബാർബർ ഷാപ്പുകളിൽ മുഴുവൻ. നമ്മുടെ ചോദ്യത്തിൽ നമ്മുടെ ഇത് മലയാളിക്ക് മാത്രം കൈവന്ന ഒരു സിദ്ധിയാണോ? അല്ല, അത് ഈ വായനശാല പ്രസ്ഥാനവും സ്കൂളും കൂടെ ഒന്നിച്ചു ചേർന്ന് ആദ്യം പറഞ്ഞ കാര്യം സാധനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് വരുന്നത്. ഇതുകൊണ്ടാണ് ഈ വായനയ്ക്ക് മാറുക എന്ന് പറയുന്നത്. ഈ സ്കൂൾ വരുമ്പോഴാണ് എല്ലാ സ്ഥലത്തും ഏതെങ്കിലും ഒരു മതവിഭാഗമായിട്ടോ അല്ലെങ്കിൽ ജാതി വിഭാഗമായിട്ട് ബന്ധപ്പെട്ട് സ്കൂളുണ്ടായി. എല്ലാവരും ഭരണത്തിൽ പങ്കാളികളാകാനും രക്ഷപ്പെടുക എന്നാണ് പഠിച്ച് രക്ഷപ്പെടുന്ന യുക്തിയിലാണ്. അപ്പോൾ ഈ മണ്ണിൽ നിന്ന് കരകയറുക, എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, അധ്യാപകൻ പറയുന്ന വരിയാണ്, നീയൊക്കെ പഠിച്ചില്ലെന്നുണ്ടെങ്കിൽ അവസാനം തെങ്ങിൻ്റെ ചവിട്ടി ചുരയ്ക്കാൻ പോകേണ്ടി വരുമെന്ന്.
പഠിച്ചില്ലെങ്കിൽ നീ രക്ഷപ്പെടൂ ആ, എന്നുള്ള. അതാണ് ഈ തെങ്ങിൻ്റെ നമ്മുടെ ഈ സാധാരണ ജോലികളിൽ നിന്ന് നമ്മൾ അങ്ങ് മോചിക്കുക എന്ന് പറയുന്ന സംഭവം ഉണ്ടായിപ്പോയത് ആ അങ്ങനെയാണ്. അതാണ് നേരത്തെ പറഞ്ഞ മലയാളി സ്വപ്നം കാണാൻ ഈ മലയാളിക്കുള്ള ഒരു പ്രത്യേക വൈഭവം. ജാതീയമായിട്ടുള്ള തരംതിരിവുകളിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് പുറത്തു പോയി വേറെ ആകാൻ പറ്റുമെന്ന് അറിയുന്ന ഒരു സ്ഥലവും കൂടെ ഉണ്ട് ഈ വിദ്യാഭ്യാസത്തിന്. അങ്ങനെയാണ് രക്ഷപ്പെട്ട വേറെ മാത്രമല്ല ഈ ശ്വാസം മുട്ടി കഴിയുന്ന ലോകത്തു നിന്ന് അങ്ങ് പോകാൻ പറ്റും. മനസ്സിലായി. അപ്പം നമുക്ക് തന്നെ ഉണ്ടായിരുന്ന മാറ്റത്തിനെ കുറച്ചുകൂടെ കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്കാണ് ആ സ്ഥലം മാറിയത്. ഇത്രയും ഒരു മട്ടുപ്പാവിൽ കയറിയപ്പോഴാണ് നമുക്ക് ഇനി മലയാളികളെക്കുറിച്ചുള്ള ഒരു പൊതു സംശയമെന്ന് പറയാം. അതായത് നമ്മുടെ ഈ ഒരു എത്തിനോട്ടത്തിൻ്റെ ഒരു രീതി ഉണ്ടല്ലോ മലയാളിക്ക്. ആൾക്കാർ തുറിച്ച് നോക്കുക, എത്തി നോക്കുക, അയൽപക്കത്ത് സൂക്ഷ്മദർശിനി വെച്ച് നോക്കുക. ഇതൊക്കെ എപ്പോഴും ഒരു മലയാളി ട്രെയ്റ്റ് ആയിട്ട് പറയുന്നൊരു സാധനമാണ്. ഇതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടോ അതോ ഇത് പെരുപ്പിച്ച് കാണിക്കുന്നതാണോ? അല്ല, വാസ്തവമുണ്ട്. ഉണ്ട്. വാസ്തവമുണ്ട്. അതിന് സാധാരണഗതിയിൽ ആലോചിച്ചാൽ മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. ഇത്രയധികം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 10ലധികം രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ജനത അതെ, അത്രത്തോളം സംസ്കാരങ്ങളുമായിട്ട് ഇടപഴകി മലയാളിക്ക് അതുണ്ടോ പരിചയങ്ങളുണ്ടായ ആളുകളെ എല്ലാം അന്യരെ മുഴുവനും കണ്ടു വളർന്ന ഒരു മലയാളികളുടെ ലോകത്ത് എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് പറയുന്ന ഒരു പ്രശ്നം നമ്മൾ ആലോചിക്കേണ്ടതാണ്. അത് ഒരു ആധുനിക ഫിനോമിനയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് കാരണം നിലയ്ക്ക് ഈ അടുത്ത കാലത്ത് രൂപം കൊണ്ടതാണ് ഈ ഇത്രയധികം ഈ സ്റ്റെയർ ചെയ്യേണ്ടി വരുന്ന ആൾക്കാർ നമ്മളിങ്ങനെ ആലോചിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഞാൻ അതിനൊരു ഇതായിട്ട് കാണുന്നത് സ്കൂളുകളിനകത്ത് ആണിനെയും പെണ്ണിനെയും തരംതിരിച്ചിരുത്തുന്നത് നമ്മൾ സ്കൂളിൻ്റെ മറുവശമാണ്. ഞാൻ പഠിച്ച സ്കൂളെന്ന് വെച്ചാൽ ഞാൻ 7ാം ക്ലാസ് വരെ മിക്സഡ് ആണ്. 8ാം ക്ലാസ് തൊട്ട് ആണും പെണ്ണും അതായത് ഒരു കോർണറിൽ ആണുങ്ങളും മറ്റേ അങ്ങ് ദൂരെ കോർണറിൽ പെണ്ണുങ്ങളും എന്ന രീതിയിലായിരുന്നു. അത് നമ്മൾ ഇത്രയധികം വ്യാപകമായി സ്കൂള് വന്നിട്ട് വിക്ടോറിയൻ കാലത്താണല്ലോ ബ്രിട്ടീഷുകാർ ഈ സ്കൂൾ തുടങ്ങി. അപ്പോൾ അന്ന് ഏറ്റവും ക്രൂഡിഷായിട്ടുള്ള എല്ലാ മോറൽ സങ്കല്പവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മൾ ഈ മനസ്സിലാക്കുന്നത് ആണും പെണ്ണും തമ്മിലുള്ള ഒരു മിങ്കിളിങ്ങും പിന്നെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് മോണിറ്റർ ചെയ്യുന്ന യുക്തിയിലേക്ക്. പക്ഷേ അതിലൊരു സംശയം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ ക്രിസ്ത്യൻ മിഷണറിമാരുടെ സ്കൂളുകളിൽ തന്നെ ബോയ്സ് ഹൈസ്കൂളും ഗേൾസ് ഹൈസ്കൂളും ഒക്കെ ആ കാലത്ത് തന്നെ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിക്ടോറിയൻ കാലത്ത് ഉണ്ടായിരുന്ന സാധനമാണത്. പക്ഷെ അവരുടെ നാട്ടിൽ ഇത് പ്രൊമോട്ട് ചെയ്ത് മാറ്റി. വിക്ടോറിയൻ കാലം എന്ന് പറയുന്നത് വിക്ടോറിയൻ കാലത്തിന്റെ ബാക്കി പത്രമാണ്. വിക്ടോറിയൻ കാലത്താണ് നമ്മുടെ നാട് മുഴുവൻ ഇത് ഉണ്ടായത്. അവരത് മാറ്റി, അവരവിടെ മാറ്റി. നമ്മൾ മാറ്റിയിട്ടില്ല. നമ്മൾ പറഞ്ഞത് സായിപ്പ് പഠിപ്പിച്ചതിൽ നിന്ന് മാറിക്കൂടാ. അത് മാസ്റ്റർ ആണ്, സാഹിബാണല്ലോ സായിപ്പായത്. അതെ അതെ അതെ. അപ്പം മാസ്റ്റർ പഠിപ്പിച്ചതിൽ നിന്ന് മാറാൻ പറ്റത്തില്ല എന്നുള്ളത് നമ്മളിപ്പോഴും നമ്മുടെ ഈ ാണ്. കറുത്ത വോട്ട് പോലും ഊരിയിട്ടില്ല. അപ്പം അങ്ങനത്തെ നമ്മളതൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു ഇത്രയും വ്യാപകമായ വിദ്യാഭ്യാസം വരിക എന്ന് പറഞ്ഞാൽ ഈ വിക്ടോറിയൻ കാലത്തെ മൊറാലിറ്റി ബാധിച്ച ഒരു സമൂഹമാണ്. അതുമാത്രമല്ല ക്രിസ്ത്യൻ മിഷണറിമാരാണ് ഏറ്റവും മുൻകൈയിൽ എടുത്തിരുന്നത്. അവരാണ് അതിനകത്ത്. അപ്പോൾ അവരെ ഏപ്പ് ചെയ്യുന്ന സ്കൂളുകൾ തന്നെയാണ് മറുവശത്ത് വീണ്ടും ഉണ്ടായിട്ടുള്ള മറ്റ് ജാതി സംഘടനകൾ സ്കൂളുണ്ടാക്കുമ്പോഴും. അപ്പോൾ അങ്ങനെയാണ് ആണിനെയും പെണ്ണിനെയും ഇത്രയധികം തരംതിരിച്ചുണ്ടാക്കിയ അപ്പുറത്ത് ഉള്ള ആളിനെ അറിയാനായിട്ടുള്ള ഒരു ഇടം കൊടുക്കാതെ വന്ന ഒരു വലിയ സംഘം പുരുഷ കൂട്ടമാണ് ഈ സ്റ്റെയർ ചെയ്യുന്നവരായിട്ട് മാറിയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മറ്റൊരു ഭൗതിക കാരണം എന്ന് നമ്മൾ പറയാനാണ് ഇത്രയധികം മിംഗ്ലിങ് നടന്ന ഒരു സ്ഥലത്ത് എങ്ങനെ ഇങ്ങനെ. ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഞാൻ ഗുരുകുലത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് അന്യരാജ്യത്തുള്ള സ്ത്രീകൾ ധാരാളം വരികയും ഞാൻ അവരുമായിട്ട് ഈ കേരളത്തിലോട്ട് വരികയൊക്കെ ചെയ്യും. വന്ന ആദ്യം അവർ പറയുന്നത് എന്തൊരു നോട്ടം. അവരതാ പറയുന്നത്, എന്തൊരു നോട്ടം, മലയാളിയുടെ നോട്ടം. അതിങ്ങനെ അങ്ങ് അത് മലയാളിയുടെ മാത്രം പ്രത്യേകതയാണോ അതോ മലയാളി ഗ്രാമീണർ ചെയ്യുന്നതാണ്. പക്ഷെ മലയാളികൾക്ക് സവിശേഷമായി കൂടുതൽ ഗ്രാമീണർ നോക്കും. പക്ഷെ അപ്പോഴും അവർക്ക് ഭയമുണ്ട്. ഇത് ഭയം കൂടി ഇല്ല. ഇപ്പം കോവളത്തൊക്കെ വന്ന് കിടക്കുന്ന ഒരു സ്ത്രീയെ
ഒരു ബസ്സിനകത്ത് വന്ന ആൾക്കാർ ഇറങ്ങിയിട്ട് ഈ കാഴ്ച ബംഗ്ലാവിൽ മൃഗങ്ങളെ കാണുന്ന പോലെ വട്ടം ചുറ്റി നിന്ന് നോക്കിക്കളയും. അത് നമുക്ക് വേറെ അധികം സ്ഥലങ്ങളിൽ കാണാനില്ല. ഇതുകൊണ്ടാണ് ഈ മലയാളികൾ തന്നെ ഇത്രയും കടപ്പുറം ഉണ്ടായിട്ടും ഇവിടെങ്ങും നിൽക്കേണ്ട, നമുക്ക് ഗോവയിൽ പോകാമെന്ന് പറയുന്നത് ഈ നോട്ടക്കാരില്ലാത്ത സ്ഥലമാണ്. ഇത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അപ്പം ആ ഒരു വ്യത്യാസമാണ്. അല്ല, നമുക്ക് ഇതൊരു മലയാളിയുടെ ഒരു സെക്ഷുവൽ ദാരിദ്ര്യമോ ഫ്രസ്ട്രേഷനോ അതൊക്കെ ഇതിന് അതാണ് ഈ സെക്ഷുവൽ ദാരിദ്ര്യം എന്ന് പറയുന്ന സാധനം കുട്ടിക്കാലം തൊട്ട് മോണിറ്റർ ചെയ്യപ്പെട്ട ഒരു യൗവനമായി പോയി. ഇപ്പോൾ നമ്മളൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 9ാം ക്ലാസ്സിലാണ് റീപ്രൊഡക്ഷൻ ചാപ്റ്റർ വരുന്നത് ബയോളജിയിൽ. അത് ഒരു അരമണിക്കൂർ കൊണ്ട് വായിച്ച് തീർത്ത് ആ പരിപാടി അങ്ങ് തീർപ്പിക്കാൻ പറ്റുന്ന ടീച്ചർമാരാണ്. അതാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് ലൈംഗികമായ എല്ലാം അത് ഈ ബ്രിട്ടീഷുകാരായിരുന്ന എന്നാൽ വിക്ടോറിയൻ കാലത്തെ പള്ളിയിൽക്കാർ പഠിപ്പിച്ച സാധനമാണ് ഇത് മുഴുവൻ. നമ്മുടെ ഒരു സംസ്കാരം അങ്ങനെ അല്ലായിരുന്നു. അതുകൊണ്ട് വെറുതെ നമ്മൾ നോക്കിയാൽ മതി, ഇവിടുത്തെ റോഡ് ഈ എന്താണ് പാടങ്ങളിലും അതുപോലെ തന്നെ ഈ നദികളിലും പുഴകളിലും എല്ലാം കുളിച്ചോണ്ടിരുന്നവരല്ലേ നമ്മൾ. എന്താണ് ഇയാളുടെ ഒരു വരിയില്ലേ, എത്താത്തോർത്ത് മുലക്കച്ച കെട്ടിയെന്ന് പറഞ്ഞിട്ട് പാട്ട് എഴുതിയിട്ടില്ലേ? അങ്ങനെ നിന്നിരുന്ന ആളുകളാണ്. ഇപ്പം നമ്മൾ നോക്കിയ പബ്ലിക്കായിട്ട് കുളിക്കുന്ന ഒരാളില്ലാതായി പോയില്ല. ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. കുളിമുറികൾ അങ്ങോട്ടുണ്ടായപ്പോൾ പ്രൈവസി കിട്ടി. പക്ഷെ പ്രൈവസി എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുടുങ്ങിപ്പോയവരാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ വസ്ത്രത്തിൽ കുടുങ്ങിയവരാണ് മലയാളി. ഇതുപോലെ കാണണം, വസ്ത്രം ഊരാൻ പറ്റാത്തവരായി നമ്മൾ മാറിപ്പോയി എല്ലാവരും. പ്രത്യേകിച്ചും സ്ത്രീകൾ അപ്രോപ്രിയേറ്റായ വസ്ത്രം എന്നാണ് നമ്മൾ സിദ്ധാന്തപരമായി പറയും. പക്ഷേ സാരി ഉടുത്ത് കടലിലിറങ്ങുന്നവർ അല്ലാത്ത ഒരാളെ നമുക്ക് കാണാനേ വരും. അപ്പോൾ ഈ തൊട്ട് ഒരു 30-40 വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്ന എക്സ്പോസ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ കുളിക്കടവിൽ നോക്കുന്നവരെന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ആട്ടിയാ ഓടിച്ചാൽ മതി എന്ന് പറയുന്ന നിലവാരത്തിലുള്ള കുളിക്കടവിൽ നോക്കുന്ന കുറച്ച് പേരുണ്ടാകുക എന്നുള്ളതല്ലാതെ ഇന്ന് കുളിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. ഇവിടുത്തെ ഈ 5 സ്റ്റാർ ഹോട്ടലുകളിൽ മുഴുവനും സാരി ഉടുത്ത് ഇറങ്ങുന്നവരായിട്ട് മാറിപ്പോയി, പർദ്ദയിട്ട് ഇറങ്ങുന്നവരായി മാറി. ഇതൊക്കെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ട്. വസ്ത്രത്തിൽ കുടുങ്ങിപ്പോയ ഒരു ജനതയാണ് ഈ പ്രത്യേകിച്ചും സ്ത്രീകൾ. പക്ഷെ അത് എന്തുകൊണ്ട് നമ്മൾ ഈ പറയുന്ന സാധനമാണ് നമ്മളെ ഇത് വിക്ടോറിയൻ കാലത്തെ ക്ലാസ് റൂമിനകത്ത് ഇത് ലൈംഗികമായ ഒരു സാധനവും ഒരു എക്സ്പോഷർ പോലും കൊടുക്കാതെ വളർത്തുക എന്ന് പറയുന്നിടത്തേക്ക് മാറി. അത് കഴിഞ്ഞിട്ട് ഈ പണ്ടൊക്കെയാണ് കസിൻസ് ഒക്കെ ഉണ്ടായിരുന്ന വീടുകളാണ്, അതും കൂടെ അങ്ങോട്ട് പോയി. കാരണം ഈ നമ്പർ അങ്ങ് കുറഞ്ഞു, 1-2 കുട്ടികളായി, അവർക്ക് മുഴുവൻ ട്യൂഷനായി. ഈ അവധിക്കാലത്ത് പോലും ഇന്ന് ഒരു ഈ ആണും പെണ്ണും തമ്മിൽ മിങ്കിൾ ചെയ്യുന്ന വീടുകൾ പോലും ഇല്ലാതെ അത് മുഴുവനും നമ്മൾ മോണിറ്റർ ചെയ്യുന്നിടത്തേക്ക്. അല്ല, നമ്മുടെയൊക്കെ നോക്കിയാണ് നമ്മുടെയൊക്കെ ഒരു തുടക്കം ലൈംഗിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ ലൈംഗികമായ അറിവിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇൻഫർമേഷൻ ആയിരുന്നു. തെറ്റായ ഇൻഫർമേഷനുകളാണ് നമുക്ക് ആദ്യം കിട്ടിയത്. അതിൻ്റെ തെറ്റും പതിരും കണ്ടെത്താൻ തന്നെ വർഷങ്ങളോളം കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ കൂട്ടുകാരിൽ നിന്നായിരിക്കും പലപ്പോഴും കിട്ടുന്നത്. ഒരു പ്രോപ്പർ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ പ്രോപ്പർ ഒരിക്കലും അത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ക്ലാസ് റൂമിനകത്ത് ആകെ മോണിറ്റർ ചെയ്യപ്പെട്ട ആണും പെണ്ണും മാത്രമായി മാറുകയും തെറ്റാണ്, ലൈംഗികത എല്ലാം തെറ്റാണെന്ന് പഠിപ്പിക്കുന്ന യുക്തിക്ക് ഒരു തരത്തിലുമുള്ള അവൈലബിലിറ്റി ആണും പെണ്ണും തമ്മിൽ പരസ്പരം അറിയാനൊക്കുന്ന, ഞാൻ പറഞ്ഞ മുഴുവൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതല്ല, വെറുതെ കയ്യേൽ പിടിച്ച് നടക്കുന്നതും ഒക്കെ നിരുത്സാഹപ്പെടുത്തുന്നതും കസിൻസ് എന്ന് പറയുന്ന ആളുകൾ തന്നെ വീടുകളിൽ നിന്ന് അപ്രത്യക്ഷമായി പോവുകയും അമ്മാവന്മാർ തന്നെ വീടുകളിൽ നിന്ന് അപ്രത്യക്ഷമായി പോവുകയൊക്കെ ചെയ്യുന്ന കഴിഞ്ഞാൽ ലൈംഗികമായ വിക്ടിംസായിട്ട് മാത്രം ആളുകളെ കാണുന്ന തരത്തിലാണ് എല്ലാ തരത്തിലുള്ള സ്പർശനങ്ങളെയും നിഷേധിക്കുന്ന സമൂഹമായിട്ട് നമ്മൾ മാറിപ്പോയിരുന്നു. മൈത്രം പറയുന്നത് ഇപ്പോൾ ഒരു നമ്മുടെ വിക്ടോറിയൻ കാലഘട്ടത്തിൽ ആ ഒരു ചർച്ചിൻ്റെ ഇൻഫ്ലുവൻസ് ഈ പറയുന്ന വിദ്യാഭ്യാസത്തിലൊക്കെ ചിലപ്പോൾ കൂടുതലായിരുന്നിരിക്കണം. അതെ, അവിടെ നിന്നാണ് അത് മാറി. എത്രത്തോളം വിദ്യാഭ്യാസം നേടി പുറത്തോട്ട് വന്നു എന്ന് പറഞ്ഞാൽ ഈ മൊറാലിറ്റിയും കൂടെ ബാധിച്ച ആളുകളാണുള്ളത്. ഇത് നമ്മൾ സായിപ്പ് പഠിപ്പിച്ചത് മാറ്റരുതെന്നുള്ള കാര്യത്തിൽ അറിയാവുന്നവരാണ്. ഞാൻ പറഞ്ഞില്ല, കറുത്ത കുട പിടിക്കുന്നവരാണ് ഇന്നും നമ്മൾ. കളർഫുള്ളായ ഒരു കുട പിടിക്കുക എന്ന് പറയുന്നത് തെറ്റാണെന്ന് വിചാരിക്കുന്നവരാണ്. നിറമുള്ള വസ്ത്രം ഇടാത്തവരായിരുന്നു നമ്മൾ. ഇവിടുത്തെ പുരുഷന്മാർ മുഴുവനും ഒന്നേ ലൈറ്റ് ബ്ലൂ, ലൈറ്റ് ഗ്രീൻ, ഈ ക്രീം ഷർട്ട്, ഇതൊക്കെയാണ്. അല്ലാതെ കളറുള്ള വസ്ത്രം ഇടാത്ത പുരുഷന്മാരായിരുന്നു.
ക്ലർക്കുമാർക്ക് അനുവദിച്ചിരുന്ന കളറുകൾ മാത്രമേ അവരുള്ളൂ. നമ്മൾ നോക്കിയാൽ ഇത്രയധികം മോണിറ്റർ ചെയ്യപ്പെട്ട ഇത്രയധികം ശരിക്കും പറഞ്ഞാൽ ഒരു കളറും ഇല്ലാത്ത പുരുഷന്മാർ തന്നെ അങ്ങുണ്ടായി പോയില്ലേ. അതെ, ഇതെല്ലാം നമ്മൾ കാണേണ്ടതുണ്ട്. ആ ഏരിയകളെല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ബ്രേക്ക് ത്രൂ ഉണ്ടായിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് തിരിച്ചുപോക്കിലേക്കാണ് എല്ലാം പിന്നെ പോയിട്ടുള്ളത്. അത് കൺസോളിഡേറ്റ് ചെയ്യപ്പെടുകയും ചെയ്ത് ആളുകളെ മുഴുവനും മറ്റ് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത് ജോലിക്കാരായിട്ട് മാത്രമാണ്, അല്ലാതെ സ്വന്തമായ പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുന്നവരായിട്ടല്ല. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ ഹ്യൂമൻ റിസോഴ്സാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്തത്. നമ്മുടെ ഫാക്ടറികളെന്ന് പറയുന്ന സ്കൂളുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ആളുകൾ പലപ്പോഴും പറയും നമ്മുടെ ഇവിടെ ഫാക്ടറി ഇല്ലെന്ന്. ഇവിടുത്തെ സ്കൂൾ മുഴുവൻ ഫാക്ടറിയാണ്. അവിടുത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ മനുഷ്യരാണ്. അവരെയാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് ജോലി ചെയ്യാൻ, അല്ലെങ്കിൽ അവിടുത്തെ ജോലി ചെയ്യാൻ, അവിടുത്തെ ജോലി ചെയ്തിട്ട് അതിൻ്റെ വരുമാനം അയക്കുന്നവരായിട്ട് തന്നെയാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. നമ്മൾ ഹ്യൂമൻ റിസോഴ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അഡ്വാൻറ്റേജുകളാണ് മറ്റ് മേഖലകളിൽ കാണുന്നത്. പക്ഷേ അതിൻ്റെ സൈഡ് ഇഫക്റ്റും ഇല്ലിഫക്റ്റും എന്ന് പറയുന്ന ഏരിയ ഞാൻ ഈ പറയുന്നത്. മനസ്സിലായി. പരസ്പരം മിങ്കിൾ ചെയ്ത് പരസ്പരം അറിയേണ്ട ആണും പെണ്ണും അല്ലെങ്കിൽ ഇണകൾ, ഞാൻ ഇണകളെന്ന് തന്നെ പറയും. കാരണം ഈ ആണും പെണ്ണും അല്ലാത്ത മനുഷ്യരും ഉണ്ട്. അപ്പം അതൊന്നും തന്നെയും ഒരു തരത്തിലും ഡിസ്കസ് ചെയ്യാൻ പറ്റാതെ ഞാൻ ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ വിഷയത്തിനകത്ത് ഇടപെടുന്ന സമയത്ത് കേരളത്തിൽ ഒരു ക്രോസ് ഡ്രസ്സ് ചെയ്ത ആളുകളെ കണ്ടിട്ടേ ഇല്ല. ആകെപ്പാടെ ഞാൻ കാണുന്നത് എപ്പോഴാണെന്നറിയോ, കൊറ്റംകുളങ്ങര വിളക്കെടുക്കുന്ന സമയത്ത് പുരുഷന്മാരവിടെ വേഷം കെട്ടി അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലായത് മുഴുവൻ ട്രാൻസ്ജെൻഡേഴ്സാണ്. അപ്പോൾ ഈ ആളുകളെ തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഹിജഡകൾ എന്നുള്ള നിലവാരത്തിൽ അവിടെ എല്ലാം ആളുകൾ നടക്കുന്നുണ്ട്. തമിഴ് സംസാരിക്കുന്നവരും കന്നഡ സംസാരിക്കുന്നവരുമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ബാംഗ്ലൂരിലൊക്കെ ചെന്ന് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് അതിനകത്ത് 80% മലയാളികളാണ്. കാരണം കേരളത്തിനകത്ത് ഒരു ട്രാൻസ്ജെൻഡർക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇല്ല, അത്രത്തോളം മോറലായിട്ട് അവരെ കീഴ്പ്പെടുത്തി. നമ്മളിപ്പോൾ 2000-ന്റെ തുടക്കത്തിലൊക്കെ നമുക്ക് ഹിന്ദി സിനിമകളിലൊക്കെ ട്രെയിനിലുള്ള ട്രാൻസ്ജെൻഡേഴ്സിനെ ഒരുപാട് കാണാം. പക്ഷേ കേരളത്തിലോ നമ്മുടെ സമൂഹത്തിലോ അങ്ങനെ ആരും കാണുന്നുണ്ടായിരുന്നു. അല്ല, കാണാതിരുന്നത് ഇവിടെ അത്രയും മോറലായിട്ട് അവിടെ ഉണ്ടെന്ന് തന്നെ. അതിനെയൊക്കെ പലപ്പോഴും കുടുംബത്തിൽ അവരെ അവരെല്ലാം നിർബന്ധപൂർവ്വം കല്യാണം കഴിപ്പിക്കും. അത് മാത്രമല്ല, എന്നിട്ട് അതെല്ലാം പരാജയപ്പെട്ടിട്ട് അവർ ഒളിച്ചോടിയാണ് അന്യ സംസ്ഥാനങ്ങൾ. ഈ തമിഴ്നാട്ടിലും ബാംഗ്ലൂരിലും ഞാൻ പോകുന്ന സമയത്ത് ഞാൻ ആദ്യം കാണുന്ന അവർ തമിഴും കന്നഡയൊക്കെ സംസാരിച്ചിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ അവരെയൊക്കെ പരിചയപ്പെട്ട് കുറച്ച് നേരം കഴിയുമ്പോഴാണ് അവർ പറയുന്നത്, സാറേ ഞാൻ മലയാളിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ നോക്കുമ്പോൾ ഹിജഡകളുടെ ഗുരുക്കന്മാരെന്ന് പറഞ്ഞിട്ടിരിക്കുന്നവർ എല്ലാം മലയാളികളാണ്. അപ്പോൾ ഈ കേരളത്തോളം ഈ ശ്വാസം മുട്ടിപ്പോയ ഒരു സ്ഥലം ഞാനീ പറഞ്ഞാലേ, ഈ സ്കൂള് കൊണ്ട് നമ്മൾ മോചിച്ച് അക്ഷരം പഠിച്ചു ഇതെല്ലാം നമ്മൾ എടുക്കുമ്പോഴും ബ്രിട്ടീഷുകാരുടെ മോറൽ സാധനം, അത് വിക്ടോറിയൻ കാലത്ത് ഉണ്ടായ ആ സാധനം അത് മുറുകെ പിടിച്ചിരിക്കുന്നവരായിട്ട് നമ്മളങ്ങ് മാറിപ്പോയി. അത് കാരണം കൊണ്ട് ലൈംഗികത തെറ്റാണെന്ന് അറിയുന്നവർ തന്നെയാണ് കേരളത്തിലുള്ള മുഴുവൻ. അതുകൊണ്ടാണ് ഇത്രയധികം അന്യ വീട്ടിനകത്തേക്ക് ഒളിച്ചു നോക്കുന്നവരുണ്ടാകുന്നത്. ഒരു സ്ഥലത്ത് പോലും സ്ത്രീകൾക്ക് അവർക്ക് ഒരു എന്താ പറഞ്ഞല്ലേ, ഞാൻ റോഡിൻ്റെ വെള്ളത്തിനകത്ത് കുളിച്ചുകൊണ്ടിരുന്നവർക്ക് കുളിക്കാൻ പറ്റാതായത്. ഇപ്പൊ വസ്ത്രത്തിൽ നിന്ന് മോചിക്കാൻ പറ്റാത്ത മലയാളിയാണുള്ളത്. വസ്ത്രത്തിൽ കുടുങ്ങിപ്പോയത്. മറ്റേതങ്ങനെ അവര് നിർബന്ധപൂർവ്വം ഇടിയിച്ചതായിരുന്നു ബ്ലൗസും സാധനമൊക്കെ. ഇന്നിപ്പോൾ അത് ഊരാനെ പറ്റാത്തവരായിപ്പോയി. ഇങ്ങനെ മാറിപ്പോയിരിക്കുന്ന മുകളിൽ മറ്റു ലെയറുകൾ അങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ടാണ് അവസാനം മുസ്ലിം പെൺകുട്ടികൾ മുഴുവൻ പർദ്ദയുടെ നിർത്തത്തില്ലേ. അങ്ങനെ ആയിരുന്നില്ലല്ലോ നമ്മളെ കുട്ടിക്കാലത്ത്, എങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ ആ തരത്തിലെ ഈ എല്ലാവരും ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഏകദേശം ഒരു 90% കുട്ടികളും മുസ്ലിം കുട്ടികളായിരുന്നു. കാരണം മുസ്ലിം ഡോമിനൻ്റ് ആയിട്ട് സ്ഥലത്താണ്. ഞാനൊരു പർദ്ദയോ ഒരു തട്ടമോ പോലും കാണാതെയാണ്. പക്ഷേ ഇന്ന് ഞാൻ ആ നാട്ടിൽ പോകുമ്പോൾ നഴ്സറി പോകുന്ന കുട്ടികൾ പോലും ഫുൾ കവർ ചെയ്ത് പോകുമ്പോൾ, പർദ്ദ എന്ന് പറയുമ്പോൾ മുഖം മറയ്ക്കുന്നതിനെ പറ്റിയല്ലേ പറയുന്നത് നമ്മൾ എടുക്കുന്നത്. ഈ മറ്റ് സ്ത്രീകൾ മുഴുവനും ഈ നൈറ്റി എന്ന് പറയുന്നത് ഇടുന്നത് എങ്ങനെയായത്? നമ്മൾ പറഞ്ഞ ലോകത്ത് രാത്രിയിൽ ഇടുന്ന ഒരു വസ്ത്രം പകലിട്ട് നടക്കുന്ന മലയാളി ഉണ്ടായത് എങ്ങനെയാണെന്ന് പറയണ്ടേ. പർദ്ദയാണ് അവരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ നോക്കിയാൽ മതി. ഈ പാടത്ത് പണിയെടുത്തിരുന്നവർ ആദ്യകാലത്തൊക്കെ ബ്ലൗസായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ആ ബ്ലൗസ് ഉപയോഗിച്ചിരിക്കുന്ന മുഴുവൻ പേരും ഷർട്ടിലേക്ക് മാറി. ആ ഷർട്ട് ഇടുന്നിടത്തേക്ക് പറഞ്ഞാൽ ഷർട്ട് മറയ്ക്കണം എന്ന് പറയുന്ന യുക്തിക്കകത്ത് തന്നെയാണ്. ആ മറയ്ക്കുന്നത് തെറ്റാണെന്നുള്ള അല്ല ഞാൻ ഈ പറയുന്നത്.
പക്ഷെ മറയ്ക്കണമെന്ന് ചിന്തിക്കുന്നിടത്തേക്കാണ് നമുക്കിത് ഊരാൻ പറ്റാത്തവരായി മാറി എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. അത്രയും എനിക്ക് തോന്നുന്നത് ഈ ആദ്യ രാത്രി എന്ന് പറയുന്നിടത്തും വസ്ത്രം ഊരുമെന്ന് ഞാൻ വിചാരിക്കാത്തടത്താണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ തന്നെയാണ് അത്. നമ്മുടെ സിനിമകളിനകത്തൊക്കെ നമ്മൾ വെറുതെ റേപ്പ് കാണിക്കും, വളരെ രസമാണ്, റേപ്പ് കാണിക്കും. പക്ഷെ രണ്ടുപേര് തമ്മിൽ സ്നേഹമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ കാണിക്കാൻ ഒക്കത്തില്ല. ശരിയാണ്. ടി ജി രവിക്കും ബാലങ്കേ നായറിനും സ്കോപ്പ് ഉണ്ടായിരുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. സുകുമാരനും സോമനും അങ്ങനെ മാത്രമല്ല, പ്രണയിക്കുന്നവർ ചെയ്യുന്ന ഒരു കാര്യമായിട്ടല്ല ലൈംഗികത. അത് തെറ്റായിരുന്നു. അത് തെറ്റ്. ആ റേപ്പ് കാണിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇത് ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ മാറിപ്പോയ ഈ മഹാരോഗം, മലയാളിക്ക് ബാധിച്ച ഈ മഹാരോഗം ഈ ക്ലാസ് റൂമിന്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് ഞാനത് അനുഭവിക്കുന്നത്. അല്ലാതെ വേറെ റീസൺ ഒരു തരത്തിലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. മറ്റെവിടെങ്കിലും പോയി തപ്പാൻ പറ്റുന്നില്ല. ഈ ക്ലാസ് റൂമിൽ പോയവരുടെ വീടുകളാണ് മുഴുവനും. ആ വീടുകളിൽ മുഴുവനും മോണിറ്റർ ചെയ്യുന്നിടത്ത് എത്തി. നമ്മൾ ഇന്ന് മോണിറ്റർ ചെയ്യപ്പെടാത്ത ഒരു മനുഷ്യബന്ധവും ഇല്ലാതായിട്ടാണ്. ഇതാണ് ഈ കോൺട്രഡിക്ഷൻ ആയിട്ട് ഞാൻ കാണും. അതായത് സാമൂഹികപരമായും മറ്റോ ഇത്രയും കുറച്ചെങ്കിലും ഉന്നതിയിൽ എത്തിയിട്ടും ഈ ഒരു വിഷയത്തിലേക്ക് പറഞ്ഞില്ല, സമ്പത്ത് ഉണ്ടാക്കുന്നിടത്ത് നമ്മൾ വന്ന്, നമ്മൾക്ക് ഇൻഡിപെൻഡൻസ് ഉണ്ടാകുന്നിടത്ത് നമ്മൾ വന്ന്. ഓക്കെ, മൈത്രേൻ എന്ത് കോഫി, ടീ, സ്നാക്സ്? എന്തെങ്കിലും സ്നാക്സ് എന്താവുക. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ മലയാളിക്കൊരു ഇപ്പോഴും മലയാളി ഒന്നുകൂടി ഉയരേണ്ട ഒരു ഇടമാണ് ഈ മലയാളികൾ. ശരിക്കും പറഞ്ഞാൽ ഒന്ന് റീസൈക്കിൾ ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഈ വാഷിംഗ് മെഷീനിട്ട് കഴുകിയെടുക്കേണ്ട ആവശ്യമുള്ളൂ. അത്രത്തോളം ഇത്തരത്തിലുള്ള ഒരു ബാധ നമ്മുടെ ഈ ക്ലാസ് റൂമിൽ നിന്ന് ബാധിച്ചിട്ടുണ്ട്. നമ്മൾ അക്ഷരം പഠിച്ചു, ജോലിക്കാരായി, സ്വതന്ത്രമായിട്ടുള്ള വിദ്യാഭ്യാസം ലഭിച്ചിട്ടേ, പൗരബോധം ജനിപ്പിക്കുന്ന വിദ്യാഭ്യാസം ലഭിച്ചിട്ട് കൂലിക്കാരും തൊഴിലാളികളും ആകുന്നതിന്, ഉദ്യോഗസ്ഥരാകുന്നതിന് വേണ്ടി മാത്രമുള്ള ബ്രിട്ടീഷുകാർ ഡിസൈൻ ചെയ്ത വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസം എന്ന് നമ്മൾ വിചാരിക്കുന്നത്. നമുക്ക് ഭരണഘടനാപരമായിട്ടുള്ള ഭരണഘടന ഉണ്ടായതിനു ശേഷം ആ ഭരണഘടനയ്ക്ക് അനുസൃതമായ പൗരബോധം നിർമ്മിക്കുന്ന ഒരു ക്ലാസ് റൂം ഇതുവരെ ഉണ്ടായിരുന്നു. ഭരണഘടന വായിച്ചിട്ടില്ലാത്ത ക്ലാസ് റൂമാണുള്ളത്. സർവ്വമത പ്രാർത്ഥനയാണ്. നാരായണഗുരു എവിടെയാണോ നിർത്തിയത് അവിടെ നിൽക്കുകയാണ്. അവിടെ അതാണ് പുരോഗമനപരം എന്നാണ്. എന്ന് പറഞ്ഞാൽ അല്ലാതെ ഈ പരിണാമം പഠിപ്പിക്കുന്ന നാട്ടിനകത്ത് പൗരബോധം നിർമ്മിക്കുന്ന സ്ഥലത്ത് ഈ പ്രാർത്ഥനയല്ല ആവശ്യം. അവിടെ പഠിപ്പിക്കേണ്ടതെന്ന് പറയുന്നത് സഹകരണത്തിനെ പറ്റിയുള്ള കാര്യങ്ങളും മനുഷ്യ എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നതെന്നുള്ള പഠിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് ക്ലാസ് റൂമിൽ പരീക്ഷയ്ക്ക് പഠിക്കുന്നുണ്ട്, പക്ഷെ ജീവിക്കുന്നത് അതല്ല. ഈ പുരോഗമനം നവോത്ഥാനമൊക്കെ ഈ ഒരു കാര്യത്തിൽ പടിക്ക് പുറത്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ. അല്ല, അത് പുരോഗമനവും ഇത് വന്നിട്ട് അത് സ്റ്റില്ലായി പോയിരിക്കുന്ന സ്ഥലമാണ് ഞാൻ ഈ പറയുന്നത്. ഫ്രീസ് ചെയ്ത് നിൽക്കുന്നത് ഈ ക്ലാസ് റൂമിലാണ്. കാരണം 100% വിദ്യാഭ്യാസത്തിനകത്ത് ഈ സ്കൂളിൽ കയറാത്ത 10 വയസ്സുകാരനില്ല. ഡ്രോപ്പ് ഔട്ടുണ്ട്, പക്ഷെ 10 വയസ്സിനകത്ത് വരെ ക്ലാസ് റൂമിൽ കയറാത്ത മലയാളി ഇല്ല. ആദിവാസികളായിരിക്കുന്ന ആൾക്കാർ മാത്രമേ കാണത്തുള്ളൂ ക്ലാസ് റൂമിൽ. മറ്റേത് ക്ലാസ് റൂമിൻ്റെ കടി കിട്ടിയവരാണ്. അതുകൊണ്ട് അതിനു വേണ്ടി വിഷം പരന്ന് കഴിഞ്ഞിട്ടുണ്ട് ഈ ലൈംഗികമായിട്ടുള്ള മോറലായിട്ടുള്ള ഈ കുടുക്കിനകത്ത്. നമുക്ക് അത് ഞാൻ പറഞ്ഞ ക്ലാസ് റൂമിൻ്റെ കടി കിട്ടിയവരാണ്, അങ്ങനെ തന്നെ അത് പറയാം. ഇപ്പോഴും വിക്ടോറിയൻ കാലത്ത് മൊറാലിറ്റിയും വെച്ചിരിക്കുന്ന അന്ന് കാരണം സായിപ്പ് പഠിപ്പിച്ചത് തെറ്റാൻ വഴിയില്ലല്ലോ. സായിപ്പാണല്ലോ നമ്മുടെ മാസ്റ്റർ. അല്ല, അതിപ്പോൾ നമ്മൾ യു കെയിലൊക്കെ പോകുമ്പോൾ വെച്ചാൽ നമ്മൾ യു കെയിൽ പള്ളികളിൽ പോയി കഴിഞ്ഞാൽ, ക്രിസ്ത്യൻ പള്ളികളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത് ഒന്ന് ഇന്ത്യൻസും പിന്നെ ബ്ലാക്സുമാണ്. ഇത് രണ്ടും ഈ കോളനൈസേഷൻ കൊണ്ടുണ്ടായവരാണ്. നമ്മുടെ അവിടെയുള്ള ബ്രിട്ടീഷുകാരായ ചെറുപ്പക്കാർ മറ്റേ ഫക്ക് ജീസസ് എന്നും പറഞ്ഞിട്ടുള്ള ടീഷർട്ട് ഇട്ടാണ് അവർ നടക്കുന്നത്. അതെ, ഇപ്പോഴും അതിലെ പിന്നാലെ അതിന് വലിയ കാര്യം. അവരുടെ സംസ്കാരത്തിനകത്ത് ഉണ്ടായിരുന്ന പരിമിതികൾ ബ്രേക്ക് ചെയ്തവരാണ്. ഇത് കോളനൈസേഷൻ മാസ്റ്റർ പഠിപ്പിച്ചതിനകത്തുനിന്ന് മോചിക്കാൻ കഴിയാത്തവരാണ് ഈ കോളനൈസ് ചെയ്യപ്പെട്ടത്. അവരുടെ മനസ്സാണ് കോളനൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ. സ്വന്തം സംസ്കാരം എന്ന് പറയുന്ന സാധനം ഇല്ലാതായി പോയവരല്ലേ. അതിനകത്തെല്ലാം എന്ന് ഞാൻ ഇംഗ്ലീഷ് പറയുന്നത് അഭിമാനകരവും മലയാളം പറയുന്ന അപമാനകരവുമായി അനുഭവിക്കുന്നവരാണ് നമ്മൾ. അതെ, അത് നമുക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയാണ്. അത് യൂറോപ്യൻ കൺട്രീസിൽ പോവുകയാണെങ്കിൽ അവർക്ക് ഇംഗ്ലീഷ് ഒരു വലിയ കാര്യമേ അല്ല. ആഫ്രിക്കയിലും അങ്ങനെ തന്നെയാണ്. കോളനൈസ് ചെയ്യപ്പെടുന്ന ജനതയ്ക്ക് ഉണ്ടാകുന്നതാണ് അത്. അറബ്സിന് അവർക്ക് ഇംഗ്ലീഷ് ഒരു വലിയ കാര്യമേ അല്ല. അവർക്ക് അവരുടെ ഭാഷ തന്നെയാണ്. അത് അവരെ കോളനൈസ് ചെയ്യപ്പെട്ട എവിടെയും അത് സംഭവിക്കും. അതിനകത്ത് ലോങ് ടൈം ആയിട്ട് നമ്മൾക്ക് വന്നിരിക്കുന്ന, നമുക്ക് 400 വർഷത്തോളം വന്നില്ല.
കോളനൈസ് ചെയ്യുമ്പോൾ അത് ഉടമയുടെ ഭാഷയും ഇത് അടിയാൻ്റെ ഭാഷയുമാണ്. അതെ, എന്നിട്ട് നമ്മുടെ ഭാഷ സംസാരിക്കുന്നത് മോശമായിട്ട് അനുഭവിക്കുന്നത്. അത് എല്ലാ സ്ഥലത്തും അവരങ്ങനെ നിർബന്ധപൂർവ്വം സ്വന്തം ഭാഷ സംസാരിക്കുന്നവരെ ഉപദ്രവിക്കുമായിരുന്നു ബ്രിട്ടീഷുകാർ. ഇംഗ്ലീഷ് തന്നെയാണ് നമ്മുടെ ഹെഡ് മിനിസ്റ്റർമാർ ഇപ്പോൾ സ്കൂളിൽ കാണിക്കുന്നത്. അതെ, അത് തന്നെയാണ്, അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മലയാളം പഠിപ്പിക്കണമെന്ന് പറയുന്നതൊക്കെ പറയുമ്പോഴും അതൊരു വളരെ ഒരു ചെറിയ ഒരു വിഭാഗത്തിൻ്റെ സാധനം മാത്രമാണ്. എല്ലാവരുടെയും സ്വപ്നം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ എല്ലാവരും സംസാരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിനു വേണ്ടിയാണ് നമ്മൾ അത് ലോകഭാഷയാണെന്നൊക്കെ പറയും. ലോകം എന്ന് പറയുന്നതിനകത്ത് ഈ ബ്രിട്ടീഷുകാർ മാത്രമേ ഉള്ളെന്നാണ് വിചാരിക്കുന്ന ആൾക്കാർ. അതാണ് അതിനകത്ത് വലിയ തമാശ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് യൂറോപ്പിൽ പോയാൽ ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ ഇംഗ്ലണ്ടിലേ പറ്റത്തുള്ളെന്നും അമേരിക്കയിലെ അവരുടെ ചോയ്സായിട്ട് മാറിയത് ഒരു സ്ഥലത്താണ്. ബാക്കി മുഴുവൻ സ്ഥലത്തും വേറെ ഭാഷകളാണ്. ഫ്രഞ്ചൊക്കെ സംസാരിക്കുന്ന ഇംഗ്ലീഷിനോടൊപ്പം സ്പാനിഷ് എന്നൊരു ലോക ഭാഷ അത്രത്തോളം പേര് തന്നെ സംസാരിക്കുന്നുണ്ട്, നമുക്കറിയില്ല. ഇന്ന് മന്ദാരനാണ് ശരിക്കും പറഞ്ഞാൽ ചൈനയിലുള്ള ഭാഷയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ സംസാരിക്കുന്നത് ലോകത്ത്. ജർമ്മൻകാർ ഒരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കത്തില്ലെന്ന് പറയേണ്ടതുണ്ട്. നെതർലൻഡ്സിൽ ഇംഗ്ലീഷ് പറയുന്നില്ലെന്ന് അറിയേണ്ടതുണ്ട്. ഫ്രാൻസിൽ ഇംഗ്ലീഷ് പറയത്തില്ലെന്ന് അറിയേണ്ടതുണ്ട്. അവരാരും ഇവർ ഇംഗ്ലീഷുകാർ കോളനൈസ് ചെയ്തിട്ടില്ല. ഇവരാരും ടെക്നോളജിക്കലി പിന്നിൽ പോവുകയോ ജപ്പാനിൽ ആരെങ്കിലും ഇംഗ്ലീഷ് പറയുന്നവരല്ല. ചൈനക്കാർ ഇപ്പോഴാണ് ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അതൊക്കെ നമ്മളിങ്ങനെ മനസ്സിലാക്കാനുള്ളത് ഈ കീഴടങ്ങിപ്പോയ ഒരു ജനതയുടെ ഉന്നമനത്തിന് വേണ്ടി അവർ ആലോചിക്കുന്ന ബ്രിട്ടീഷുകാരാകുക എന്നുള്ളതാണ് നമ്മുടെ ഉന്നമനം. ഇതാണ് പ്രശ്നം. അവരിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇംഗ്ലീഷ് പറയാനായിട്ട് കഴിയുന്നത് മമ്മൂട്ടിക്കാണോ മോഹൻലാലാണോ പറഞ്ഞ ചർച്ചയും മത്സരമുണ്ട്. നമ്മൾ ഭയങ്കര അത്ഭുതമാണ്. അവർ ഡെലിവറി ചെയ്ത ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ കൈയടിക്കുമായിരുന്നു. എന്തൊരു അപമാനമാണെന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ ഇംഗ്ലീഷാണ് ഏറ്റവും കൂടുതൽ പഠിച്ചത്. കുട്ടിക്കാലം തൊട്ട് വായിക്കുന്നത് ഇംഗ്ലീഷാണ്, പഠിച്ചത് ഇംഗ്ലീഷാണ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചതാണ്. ഞാൻ എന്ത് വന്നാലും ഇംഗ്ലീഷ് പറയത്തില്ല എന്ന് തീരുമാനിച്ച് പറയാത്ത ഒരാൾ കൂടെ. ഞാൻ ഇംഗ്ലീഷുകാരെന്നോട് സംസാരിച്ചാൽ ഇംഗ്ലീഷ് പറയും, മലയാളി ഇംഗ്ലീഷിൽ എന്നോട് സംസാരിച്ചാൽ ഞാൻ മലയാളത്തിൽ പറയത്തുള്ളൂ. അതങ്ങനെ നമ്മൾ വേറെ ഒന്നും കൊണ്ടല്ല, ഈ അടിമത്തം അനുഭവിക്കാതിരിക്കണമെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. അല്ലാതെ ഇംഗ്ലീഷ് പറയുമ്പോൾ അടിമയായി പോകും എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ട്. ഇംഗ്ലീഷ് പറയുന്നത് എനിക്ക് എന്തോ വിശേഷമാണ്, എനിക്ക് വിശേഷ കാര്യമാണ്. ഞാൻ ആൾക്കാർ എന്നോട് പറയും, ഇപ്പം ഇതുപോലുള്ള സംസാരത്തിനകത്ത് ഞാൻ സംസാരിക്കുമ്പോഴായാലും ഇംഗ്ലീഷിൽ പറയണം എന്ന്. ഞാൻ ഇംഗ്ലീഷ് പറയില്ല. ഇംഗ്ലീഷുകാർ മലയാളം പഠിച്ചാൽ മതി. സബ്ടൈറ്റിൽ വെച്ചാൽ മതി, ആവശ്യമുള്ള. അത് വേണ്ട, ഇംഗ്ലീഷുകാർ മലയാളം പഠിച്ചിട്ട് കേട്ടാൽ മതി, എന്നെ അങ്ങനെ കേൾക്കണ്ട, അവന്മാരും കേൾക്കണ്ട. അത് നമ്മൾ ആ ഒരു സ്പിരിറ്റ് വേറെ ഉണ്ടല്ല. അത് മലയാളത്തിനോടുള്ള എന്തോ ഇതൊന്നും എനിക്ക് മാതൃഭാഷ ആയതുകൊണ്ടൊന്നും നമ്മൾ കീഴടങ്ങിയ ജനതയല്ലെന്ന് അറിയിക്കേണ്ട ഒരു സ്ഥലം. കീഴടക്കം ഇല്ല എന്നുള്ളത് മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ഇംഗ്ലീഷുകാർ പറഞ്ഞാൽ ഇംഗ്ലീഷ് പറയും, അത്രേ ഉള്ളൂ. ഫ്രഞ്ചുകാർ പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ, പറയാൻ അറിഞ്ഞുകൂടാ. അവരോട് ഇംഗ്ലീഷ് പറഞ്ഞിട്ട് എന്താ കാര്യം? അതുകൊണ്ടാണ് മലയാളം പഠിച്ചാൽ മതി. ഫ്രഞ്ചുകാരനും ഇംഗ്ലീഷുകാരനും ഞാൻ പറയുന്നത് കേൾക്കണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരത് ചെയ്തോളൂ. അതെ. നമ്മളെല്ലാവരും ഇംഗ്ലീഷ് പഠിച്ച് അവൻ്റെയൊക്കെ എല്ലാം കേൾക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അടിമ ബോധം കൊണ്ട് മാത്രമാണ്. ജർമ്മൻകാർ പഠിച്ചിട്ടല്ല അവർ സയൻറ്റിസ്റ്റുകളാകുന്നത്, ജപ്പാൻകാർ സയൻറ്റിസ്റ്റുകളാകുന്നത് ഇംഗ്ലീഷ് പഠിച്ചിട്ടല്ല, വിഷയം പഠിച്ചിട്ടാണ്. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഏത് മീഡിയം എന്ന് പറയുന്നത് നമുക്ക് ഏതാണോ ഏറ്റവും സ്വാഭാവികമായി സംസാരിക്കുന്നത്. അത് കുട്ടിക്കാലം തൊട്ട് നിങ്ങൾ ഇംഗ്ലീഷാണ് സംസാരിച്ച് വീട്ടിൽ വളരുന്നതെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. കാരണം ഏത് ഭാഷ സംസാരിച്ചാലും അത് നമ്മുടെ ഭാഷയായി മാറും. അതൊന്നും എനിക്ക് സംശയമില്ല. അല്ല, മാതൃഭാഷ എന്ന് പറയുന്ന കൺസെപ്റ്റൊന്നും എനിക്കില്ല. പക്ഷേ അടിമത്തം അനുഭവിപ്പിക്കുന്ന നിലവാരത്തിൽ അതിനോട് എന്തോ കീഴടങ്ങി അത് പറയുന്ന ഒരു വലിയ മെച്ചപ്പെട്ടവരാണെന്ന് പറയുന്ന അതില്ല. ഒരു ഭാഷയ്ക്കപ്പുറം അതൊരു കഴിവാണെന്നോ അതൊരു അങ്ങനെ കാണുന്നേ ഇല്ല. അത് ഒരു അതേ സമയത്ത് ഞാൻ പറയുന്ന വിഷയങ്ങൾ ഇംഗ്ലീഷുകാർക്ക് അവർ ട്രാൻസ്ലേറ്റ് ചെയ്തോ ഒക്കെ പഠിച്ചോളും. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതിനകത്ത് കഴമ്പില്ലാത്ത പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവൻ ആവശ്യമുണ്ടെങ്കിൽ അവനത് ഏത് ഭാഷ. ഞാൻ പറയുന്നതിനകത്ത് കഴമ്പുണ്ടെന്ന് ആർക്കെങ്കിലും തോന്നുവാണെങ്കിൽ അവരുടെ പണിയാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഭാഷയിലൊന്ന് പഠിക്കുക. അല്ലാതെ ഞാൻ പറയേണ്ട കാര്യമില്ല. ഇത് ഭയങ്കര സംഭവമാണല്ലോ. റെസ്റ്റോറൻറ്റിൻ്റെ വലിപ്പം കൂടുമ്പോൾ സാൻഡ്വിച്ച് കൂടുതൽ സുന്ദരന്മാരാവുന്നതാണ്. ഇതിപ്പം സാൻഡ്വിച്ച് വലിയ ആളാണ്. അപ്പോൾ ഇന്നൊരു മഴയത്തൊരു ചായ കുടിക്കാൻ ഇറങ്ങിയ നമ്മൾ ഒരു സാൻഡ്വിച്ചോട് കൂടി ഇത്തിരി വലിയ ചായ കൂടി തന്നെ
ചിയേഴ്സ്.